ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ഡ്രോയിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഔട്ട്ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പെൻസിൽ ആർട്ട് ലൈനിൻ്റെ 6Bയും 8Bയും 10Bയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രോ ചെയ്താലും അതിനകത്ത് നമ്മളൊരു പാർട്ട് മുടി വരയ്ക്കുന്നതിന് പ്രത്യേകം ഒരു പാർട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് മുടി വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല രീതിയിൽ മുടി വരയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമയമെടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്താണെങ്കിലും നല്ല സമയമെടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് ചെയ്ത് തീർക്കാണ്ട് ഓരോ ലൈനായിട്ട് തന്നെ വരയ്ക്കുക. അതായത് ഓരോ മുടിയായിട്ട് വരയ്ക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്കൊരു ഡ്രോ കാണുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയെ വെച്ച് നമ്മൾ നോക്കുമ്പം ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവണം. കാരണം കറക്റ്റായിട്ട് ആ ഒരു മുടി കിടക്കുന്ന ആ രീതി അതുപോലെ തന്നെ വരയ്ക്കാമെന്ന് മാക്സിമം നോക്കുക. ചിലപ്പോൾ നമ്മൾ എത്രത്തോളം നോക്കി കഴിഞ്ഞാലും നമുക്ക് അതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മൊത്തം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഓരോ ഡ്രോയിങ്ങും ഒരു പരിശ്രമം എന്ന രീതിയിൽ മാത്രം ചെയ്താൽ മതി. ഒരു സക്സസ് ആകും എന്നുള്ളൊരു വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ചിലപ്പം ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും അത് നല്ല രീതിയിൽ വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുക. കാരണം ആ ഒരു ഡ്രോയിങ് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ളൊരു രൂപമായിരിക്കില്ല നമ്മളത് ഫിനിഷ് ആയി കഴിയുമ്പോൾ. അപ്പം ഏതൊരു ഡ്രോയിങ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രാക്ടീസ് എന്ന രീതി മാത്രം ചെയ്താൽ മതി. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഈ ഒരു മുടി വരയ്ക്കുന്ന സമയത്താണെങ്കിൽ പോലും എല്ലായിടത്തും നിന്ന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നരച്ച മുടി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എത്രത്തോളം നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് നോക്കി ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാലും മാക്സിമം നമുക്കതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചില ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോകും നമ്മൾ ചെയ്യുന്നത് ശരിയായി വരുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരു രൂപമായി പോകുന്നു, ആ ഒരു ഷേപ്പൊന്നും കിട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട്. പക്ഷേ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് ഒരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാകും. കാരണം നമ്മൾ ചെയ്ത് ഔട്ട്ലൈൻ ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു പകുതി ഭാഗം വരച്ച് വെച്ചിട്ട് നമുക്ക് ആ ഡ്രോയിങ് വിലയിരുത്താൻ പറ്റത്തില്ല. കാരണം അത് ഫുള്ളായി വരച്ചാൽ മാത്രമേ നമുക്ക് ആ ഡ്രോയിങ് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പം ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഞാൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നല്ല കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത മമ്മൂട്ടിയുടെ ഡ്രോയിങ്ങും പൃഥ്വിരാജിൻ്റെ ഡ്രോയിങ്ങും ഒക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് ചോദിച്ച ഡ്രോയിങ് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ വർക്കാകുന്നൊരു ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിജയുടെ ഡ്രോയിങ്ങാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബാക്കിയൊന്നും അത്രയ്ക്കൊരു റീച്ച് അങ്ങനെ കിട്ടാറില്ല. അപ്പം ഈയിടെയായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഡൗൺ ആയിരുന്നു. ഇപ്പം റീച്ച് ഒന്ന് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വീണ്ടും വിജയുടെ ഡ്രോയിങ് തന്നെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയൊക്കെ ഡ്രോയിങ്ങും ഞാൻ അത് കഴിഞ്ഞ് ചെയ്ത വിജയുടെ ഔട്ട്ലൈൻ വീഡിയോയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം റീച്ച് നമ്മുടെ ഒരു വിജയുടെ ഡ്രോ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് ഞാനും കൂടുതലും ഈ ഒരു ചാനലിൽ വിജയുടെ ഡ്രോയിങ് ഉൾപ്പെടുത്തുന്നത്. അപ്പം വിജയുടെ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ബാക്കിയുള്ള ഡ്രോ ചെയ്യുന്ന സമയത്തൂടെ നിങ്ങൾ തരുവാണെങ്കിൽ കൂടുതലായിട്ടും എന്താ പറയുക നമുക്ക് കൂടുതലായിട്ടും ഡ്രോയിങ് ഉൾപ്പെടുത്താം ഈ ഒരു ചാനൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു ടോപ്പിക് നോക്കി ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, വെറുതെ ഡ്രോ ചെയ്ത് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്ലൈൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷനൊക്കെ.
അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇതിന് സംശയത്തിൻ്റെ കമൻറ്റായിട്ട് മെസ്സേജ് ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ.